ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് പ്രാഗിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ റെയിൽവേ സ്റ്റേഷനാണിത്. നിർമ്മാണം പൂർത്തിയാക്കിയ ഈ സ്റ്റേഷന് ഫ്രാൻസ് ജോസഫ് സ്റ്റേഷൻ എന്നാണ് ആദ്യം പേര് നൽകിയിരുന്നത്. ഓസ്ട്രോ ഹംഗേറിയൻ ചക്രവർത്തിയോടുള്ള ബഹുമാന സൂചകമായാണ് ആ പേര് അന്ന് നൽകിയത്. പിന്നീട് 1919 US പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസണോടുള്ള നന്ദി സൂചകമായി ഈ സ്റ്റേഷന് വിൽസൺ സ്റ്റേഷൻ എന്ന പേര് നൽകി. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യ ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ചെക്കോസ്ലോവാക്യ എന്ന രാജ്യം 1918 നിലവിൽ വന്നപ്പോൾ അതിൽ ഏറെ സ്വാധീനം ചെലുത്തിയ US പ്രസിഡന്റിനെ അവർ ആദരിച്ചത് സ്റ്റേഷന്റെ പേര് മാറ്റിക്കൊണ്ടായിരുന്നു. പിന്നീട് ചെക്കോസ്ലോവാക്യ രണ്ടായി പിളർന്ന് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യയുമായി മാറിയപ്പോൾ സ്റ്റേഷന്റെ പേര് മാറി. ഇന്ന് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത് പ്രാഹ ഹൽവാനി നൽറാജി എന്നാണ്. വളരെ തിരക്കേറിയ ഒരു സ്റ്റേഷനാണിത്. ഒരു എയർപോർട്ടിൽ എത്തിയ പോലുള്ള ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ധൃതി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന യാത്രക്കാർ, ഫാസ്റ്റ് ഫുഡ് വിൽക്കുന്ന കടകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇവിടെ. ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, ഫ്ലവർ ഷോപ്സും ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻസും സോവനിയർ ഷോപ്സും ഒക്കെ നിറഞ്ഞ തിരക്കാർന്നൊരിടം. പ്രാഗിന്റെ വൈബ് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ നഗരം ചുറ്റിക്കാണാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ടിക്കറ്റുകൾ വാങ്ങണം. ചെക്ക് കൊറോണ അഥവാ ചെക്ക് ക്രൗൺ ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി. സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന വെൻഡിംഗ് മെഷീനിൽ നിന്നും ഞങ്ങൾ ടിക്കറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചു. 24 മണിക്കൂറും 72 മണിക്കൂറും ദൈർഘ്യമുള്ള ടിക്കറ്റുകൾ നമുക്കിവിടെ നിന്നും വാങ്ങാം. ഫുൾ പ്രൈസ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. 120 ചെക്ക് ക്രൗൺ ആണ് 24 മണിക്കൂർ ടിക്കറ്റിന്റെ വില. ക്യാഷും കാർഡും ഈ മെഷീൻ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ ക്യാഷ് ആണ് നൽകുന്നതെങ്കിൽ ചെക്ക് ക്രൗണിൽ തന്നെ നൽകണം. ഞങ്ങളുടെ കയ്യിൽ യൂറോയേ ഉള്ളൂ. അതുകൊണ്ട് കാർഡ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ടിക്കറ്റുകൾ വാങ്ങിയത്. 2 ടിക്കറ്റിനായി ഞങ്ങൾ 240 ചെക്ക് ക്രൗൺ നൽകി. അങ്ങനെ ടിക്കറ്റുകളൊക്കെ വാങ്ങി ഞങ്ങൾ സ്റ്റേഷന് പുറത്ത് കടന്നു. ട്രാവൽ കയറി ഞങ്ങൾ അങ്ങനെ ഐബിസ് ഹോട്ടലിലെത്തി. ഏകദേശം 30 മിനിറ്റ് എടുത്തു ഞങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്നും ഇവിടെ എത്താൻ. സാധാരണ മെയിൻ സ്റ്റേഷന് അടുത്താണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യാറ്. എന്നാൽ ഇവിടെ അതല്പം പാളിയതുപോലെ തോന്നി. ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഈ ഹോട്ടലിൽ നിന്നും വളരെ അടുത്താണെന്ന ധാരണയിലാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഈ സിറ്റിയിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് നടക്കുന്ന ട്രാമുകളാണ്. അതുകൊണ്ട് ഹോട്ടൽ എവിടെയാണെങ്കിലും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നെനിക്ക് ഉറപ്പായി. ഐബിസ് ഹോട്ടൽ ഒരു ബഡ്ജറ്റ് ഹോട്ടലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സർവീസ് ഡെലിവറിയിൽ എല്ലായിടത്തും ഒരു സ്ഥിരത കാണാനുണ്ട്. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറിലും റൂമുകളിലെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതിലുമൊക്കെ ആ കൺസിസ്റ്റൻസി വളരെ വ്യക്തമായി നമുക്ക് അനുഭവിച്ചറിയാം. 3ാമത്തെ ഐബിസ് ഹോട്ടലിലാണ് ഞങ്ങൾ ഈ യാത്രയിൽ താമസിക്കുന്നത്. ബുദാപെസ്റ്റിലെയും ബ്രാട്ടിസ്ലാവയിലെയും ഹോട്ടലുകളിലെ സൗകര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരല്പം കൂടി മോഡേൺ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഹോട്ടലിന് വെളിയിലെത്തി. സമ്മർ ടൈം ആയതുകൊണ്ട് പകൽ വെളിച്ചം ഏറെ നേരമുണ്ടാകും. രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ മാത്രമേ ഇരുട്ടി തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് സിറ്റിയൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവിടെ ഒരു കലാകാരൻ തെരുവിലിരുന്ന് സംഗീത പരിപാടി നടത്തുകയാണ്. ഇലക്ട്രിക് ഗിത്താറും സ്പീക്കറുകളും ഒക്കെ ഉപയോഗിച്ച് വലിയ ഗ്രാൻഡായിട്ടാണ് അദ്ദേഹം പാടുന്നത്. ചിലരൊക്കെ സംഗീതം ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. മറ്റു ചിലർ ഇതൊക്കെ ഒരു പതിവ് കാഴ്ച ആയതുകൊണ്ട് തങ്ങളുടെ തിരക്കേറിയ ജീവിതവുമായി മുന്നോട്ട് നടന്നകലുന്നു. യൂറോപ്പിലെ നിരത്തുകളിൽ ഇത്തരം സംഗീത വിരുന്നുകൾ പതിവ് കാഴ്ചയാണ്. കാഴ്ചക്കാർ നൽകുന്ന ഡൊണേഷന് വേണ്ടിയാണ് ഈ കലാകാരന്മാർ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല ഞങ്ങൾക്കിന്ന്. അതുകൊണ്ട് പ്രാഗിലെ തെരുവുകൾ കൂടി ഞങ്ങൾ അങ്ങനെ നടന്നു. ബ്രാട്ടിസ്ലാവയിലെ നഗരകാഴ്ചയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഏതോ കലാപരിപാടിയിൽ പങ്കെടുത്തിട്ടെത്തിയതാന്ന് തോന്നുന്നു ഒരു കൂട്ടം കുട്ടികൾ. നഗരവീതിയിൽ നൃത്തം ചെയ്ത് അവരുടെ വിജയം ആഘോഷിക്കുന്നു. നടന്ന് ഞങ്ങൾ മൈ ഷോപ്പിംഗ് സെന്ററിന്റെ മുന്നിലെത്തി.
വളരെ വ്യത്യസ്തമുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഷോപ്പിംഗ് മാളിൻ്റെ ഫെസാഡിലായി സ്ഥാപിച്ചിരിക്കുന്ന പടുകൂറ്റൻ സ്പിറ്റ് ഫയർ ബട്ടർഫ്ലൈസ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായാണോ അതോ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണോ ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്നറിയില്ല. സ്പിറ്റ് ഫയർ ഫൈറ്റർ പ്ലെയിൻസ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരത്തിലുള്ള എയർക്രാഫ്റ്റാണ്. വേഗത കൊണ്ടും മൂവ്മെൻറ്റിലെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടും ശ്രദ്ധേയമായ ഈ എയർക്രാഫ്റ്റിനെ ബട്ടർഫ്ലൈസുമായി കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു കലാരൂപം സൃഷ്ടിച്ചതിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് വായിച്ചെടുക്കാം. ബട്ടർഫ്ലൈസിനെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കാറ്. പണ്ട് ചെക്കോസ്ലോവാക്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ചത് വെൽവെറ്റ് റെവല്യൂഷനിലൂടെയാണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ആരംഭിച്ചത് ഈ സ്ട്രീറ്റിൽ നിന്നാണെന്നുള്ള സത്യം ഈ കലാസൃഷ്ടിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. എവിടെ നോക്കിയാലും സോവിനിയർ ഷോപ്പുകളാണ് കാഴ്ചയിൽ വരിക. എല്ലാ ഷോപ്പുകളിലും മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ കാണാത്ത ഒരു പ്രത്യേകതരം ഷോപ്പുകൾ ഇവിടെയുണ്ട്. കാനബീസ് അഥവാ കഞ്ചാവ് വിൽക്കുന്ന ഷോപ്പുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ വിൽപ്പന ഇവിടെ നിയമപരമായി അനുവദനീയമാണ്. കൗതുകം തോന്നിയതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഷോപ്പിൽ കയറി ഞങ്ങൾ അവരുടെ പ്രോഡക്ട്സുകളൊക്കെ ഒന്ന് പരിശോധിച്ചു. കാനബീസ് വെച്ചിട്ടുണ്ടാക്കിയ പലതരം പ്രോഡക്ട്സ് ഉണ്ട് ഇവിടെ. കുക്കീസ്, ഗമ്മീസ്, മസാജ് ജെൽ, ഫേസ് ക്രീം, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ. ചോക്ലേറ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നിരവധി ഫ്ലേവേഴ്സുമുണ്ട്. മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ കസ്റ്റമേഴ്സിനായി ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിൽ കാണാത്ത കാഴ്ചകളൊന്ന് പരിചയപ്പെടുത്തുന്നു, അത്രമാത്രം. കോബിൾ സ്റ്റോൺസ് പാകിയ ഇടുങ്ങിയ നിരത്തുകളിൽ കൂടി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. എല്ലായിടത്തും വലിയ തിരക്കാണ്. പ്രാഗ് മധ്യ യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് മനസ്സിലാക്കാൻ ഈ തിരക്ക് തന്നെ ധാരാളം. തെരുവോര കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. അക്കൂട്ടത്തിൽ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന കടകളുടെ മുന്നിൽ കുറച്ചുകൂടി തിരക്കുണ്ട്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ചിമ്മിനി കേക്കുകൾ വിൽക്കുന്ന ഷോപ്പുകളാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ലൈവായി കേക്കുകൾ ഉണ്ടാക്കി വിൽക്കുന്നതുകൊണ്ട് അത് കാണാൻ സന്ദർശകർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവരുടെ കൂടെ കൂടി കേക്കുകൾ പാചകം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾ അങ്ങനെ നോക്കി നിന്നു. വളരെ രസകരമായൊരു കാഴ്ചയാണിത്. നാട്ടിലെ കടകളിൽ പൊറോട്ട അടിച്ച് നമ്മുടെ മുന്നിൽ നിന്ന് ചുട്ടെടുക്കുമ്പോൾ അത് വാങ്ങിക്കഴിക്കാൻ തോന്നുന്നത് പോലെ ഈ കേക്കുകൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അത് വാങ്ങിക്കഴിക്കാൻ നമുക്ക് തോന്നും. മൈദാമാവ് നന്നായി കുഴച്ച് പരുവപ്പെടുത്തി ഷുഗർ കോട്ട് ചെയ്ത് റോളുകളാക്കിയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന വുഡൻ റോളുകളിൽ ചുറ്റി കനലിൽ ചുട്ടെടുക്കും. എല്ലാ സൈഡും ഒരുപോലെ വേവിച്ചെടുക്കണം. ഗോൾഡൻ കളറിലായി മൊരിഞ്ഞു വരുമ്പോൾ അതിനെ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞു മാറ്റും. ഈ കാഴ്ച കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറി തുടങ്ങും. കൊതി അടക്കാനാവാതെ കാഴ്ചക്കാർ കേക്കുകൾ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇത് ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റുള്ളൂ. കൂടാതെ ഓപ്ഷണലായി ന്യൂട്ടല്ലയോ ഐസ്ക്രീമോ ഒക്കെ നമുക്ക് ടോപ്പിംഗ്സായി വാങ്ങാം. റൊമാനയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേക്കുകളുടെ ഒറിജിൻ. എന്നാൽ ഇത് പ്രാഗിലെ നിരത്തുകളിൽ വളരെ പോപ്പുലറാണ്. ഞങ്ങളങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് നടന്നു. അവിടെ ഒരു ടവറിന് താഴെ പതിവിൽ കവിഞ്ഞ ആൾക്കൂട്ടം. പ്രാഗ് എന്ന് കേട്ടാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആസ്ട്രോണമിക്കൽ ക്ലോക്കിന് താഴെയാണ് ഈ ആൾക്കൂട്ടം. എല്ലാ മണിക്കൂറിലും നടക്കുന്ന ഷോ കാണാൻ വേണ്ടിയാണ് ഇവർ തടിച്ചുകൂടിയിരിക്കുന്നത്. സമയം 9 മണിയായിരിക്കുന്നു. ഈ ഷോ കാണാൻ പറ്റിയ ഒരു പൊസിഷനിലല്ല ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് 1 മണിക്കൂർ കൂടി തെരുവിലൂടെ കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് 10 മണിക്ക് തിരികെ എത്തി ഈ ഷോ ഒന്ന് കണ്ടിട്ട് റൂമിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഓൾഡ് ടൗൺ സ്ക്വയർ വളരെ പ്രശസ്തമാണ്. ചരിത്രപരമായും സാംസ്കാരികപരമായും ഒക്കെ ഏറെ പ്രസക്തിയുണ്ട് ഇതിന്. പല മോണുമെൻറ്റ്സും നമുക്കിവിടെ കാണാൻ കഴിയും. റെസ്റ്റോറൻറ്റ്സിലൊക്കെ വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് നിരത്തിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളിലിരുന്ന് നഗര കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാൻ. സന്ദർശകരെ ആകർഷിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള നിരവധി കാഴ്ചകൾ. തായ് മസാജ് ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ. വളരെ മനോഹരമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ മിനി കൂപ്പർ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. മസാജ് പാർലറിലേക്കുള്ള ദിശ സൂചിപ്പിക്കുകയാണ് ഉദ്ദേശം. തിരക്കേറിയ ഒരു നഗരവീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കാൻ ഇത്തരത്തിലുള്ള പല തന്ത്രങ്ങളും കച്ചവടക്കാർ പയറ്റുന്നുണ്ട്.
മാഡം ടുസാർസ് മ്യൂസിയത്തിൻ്റെ പ്രവേശന സമയം കഴിഞ്ഞിരിക്കുന്നതിനാൽ അടച്ചിട്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെയായി മ്യൂസിയം ഓഫ് ടോർച്ചറുമുണ്ട്. മെഡീവൽ ടോർച്ചർ ഡിവൈസസ് ഒക്കെ വെച്ച് സന്ദർശകരെ വിസ്മയിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണിത്. വളരെ തിരക്കാർന്ന എനർജറ്റിക്കായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ നിന്നും അനുഭവിക്കാൻ കഴിയുന്നത്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന നിരവധി കടകൾ വഴിയോരത്ത് നിരനിരയായി ഇടം പിടിച്ചിട്ടുണ്ട്. സമയമേറെ വൈകിയെങ്കിലും സ്ക്വയറിലെ തിരക്കിന് ഒരു കുറവുമില്ല. ഞങ്ങൾ പതിയെ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ 10 മണിക്കുള്ള ഷോ കാണാൻ വേണ്ടി തിരിച്ചെത്തി. ആസ്ട്രോണമിക്കൽ ഡിവൈസിനെ ആർട്ടിലൂടെ അതുല്യമാക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് ഈ ക്ലോക്ക്. ക്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ സമയം നോക്കുന്ന ഒരു ഡിവൈസ് എന്ന് കരുതി ഇതിൻ്റെ വില കുറച്ച് കളയാൻ നോക്കണ്ട. കാരണം സമയത്തോടൊപ്പം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനങ്ങൾ വരെ ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കിലൂടെ വായിച്ചറിയാൻ കഴിയും. സെൻട്രൽ യൂറോപ്യൻ സമയത്തോടൊപ്പം പഴയകാല ചെക്കിൻ്റെ സമയം വരെ ഇതിൽ തെളിയും. എല്ലാ മണിക്കൂറിലും ഈ ക്ലോക്കിൻ്റെ മുകളിലത്തെ കിളിവാതിൽ തുറന്ന് 12 അപ്പോസ്തലന്മാർ നഗരത്തെ ആശീർവദിക്കാനെത്തും. ഈ കാഴ്ച കാണാനായാണ് ജനക്കൂട്ടം ക്ഷമയോടുകൂടി ടവറിന് താഴെ കാത്തു നിൽക്കുന്നത്. ഈ ക്ലോക്ക് ഇവിടെ സ്ഥാപിച്ചത് 1410-ലാണ്. അതായത് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അപൂർവം ക്ലോക്കുകളിലൊന്നാണിത്. നാളെ ഇവിടെ തിരിച്ചെത്തി ഈ ടവറിന് മുകളിൽ കയറണം എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ തേടിയുള്ള യാത്ര അവസാനിപ്പിച്ച് പതിയെ ഹോട്ടലിലേക്ക് മടങ്ങി. അപ്പോൾ ഇനി പ്രാഗിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.